ഇന്നലെ ഈ റൂമിലുണ്ടായിരുന്നത്. ഞങ്ങളിവിടുന്ന് ഇപ്പോൾ ഇറങ്ങുവാണ്. ഇതിപ്പോൾ വിശാഖപ്പട്ടണം, ഇന്നിപ്പോൾ വിജയവാഡയ്ക്ക് പോവാണ്. വണ്ടിയൊക്കെ റെഡിയുണ്ട്, ലഗേജൊക്കെ റെഡിയായി. ബൈ ബൈ. യൂട്യൂബ് കേരള, കർണാടക. ഓക്കെ സർ. ബൈ. വിശാഖപട്ടണമാണ്. ഇവിടുന്ന് ഇപ്പോൾ 7 മണിക്കൂർ യാത്ര വിജയവാഡ. ഒരു വില്ലേജ് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല രസമാണ് കാണാനൊക്കെ. ഇത് വിജയവാഡയിലാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പ്ലാന്. ഇത് വേഗം എത്തും, ഒരു 5 മണിക്കുള്ളിൽ എത്തും. ചോറിനോണം. ഗുഡ് മോർണിംഗ്. ഇപ്പം വിജയവാഡയിലുള്ളത്. ഇന്നിപ്പം എനിക്ക് ബാംഗ്ലൂർ ചെറിയ പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അതേപോലെ എൻ്റെ കൂട്ടത്തിലുള്ള നിത്യ സാറുണ്ട്. വരുന്നുള്ളൂ, ഇപ്പം 5:30 ആയതേ ഉള്ളൂ. നിത്യ സാറ് നേരിട്ട് വീട്ടിലേക്ക് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു സഡൻ വർക്ക്, ഒരു സഡൻ പണി വന്നു. അതുവേണ്ടി അവർ ബാംഗ്ലൂർ പോകാനുണ്ട്. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, 800 കിലോമീറ്റർ ഉള്ളൂ ഒട്ടാകെ കുന്താപുരത്തിന്. ബാംഗ്ലൂർ ടു കുന്താപുര ഇറ്റ്സ് അറൗണ്ട് 900 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതെ, അവര് ഇന്ന് ബാംഗ്ലൂർ പോകാനുണ്ട്, ജോബി സാർ. ഓക്കെ, എന്നാല് അടുത്ത ജേർണി ഞാൻ സ്വന്തമായിരിക്കും, വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, ബൈ. വിജയവാഡയിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ രാവിലെ 6 മണി ആയതുള്ളൂ. റോഡൊക്കെ ഫ്രീ ഉണ്ട്, നല്ല റോഡാണ്.
കാണിക്കുന്ന ബാംഗ്ലൂരിന് 6 മണിയാകുമ്പോൾ എത്തും. പക്ഷേ ഇങ്ങനെ ചോറും എല്ലാം റെസ്റ്റൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 2 മണിക്കൂർ 8 മണിയാകുമ്പോഴേക്കും എത്തും. 8 മണിക്കാണ് പ്ലാനാണ്. ആയിക്കോട്ടെ, പിന്നെ അടുത്ത റോഡിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് പോവാം. Is a spirit of trouble under moonlit sky. I'm desperate to feel more alive, alive. Dreams that keep me wide awake. Call me up out of the bed. ഇതിപ്പം ചെന്നൈയിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് റൈറ്റിലേക്ക് പോകണം. ഇവിടെയൊക്കെ നെല്ല് കൃഷിയാണ് കൂടുതലും. നല്ല റോഡാണ് കേട്ടോ. ഇനിയിപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ നല്ല റോഡാണെന്ന് അറിയില്ല. ഇതെല്ലാം നെല്ല് കൊയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. ബാംഗ്ലൂരിന് 318 കിലോമീറ്റർ ബാക്കിയുണ്ട്. പകുതി ഇനി 6.5 മണിക്കൂറോടെ വേണം. ഇച്ചിരി ചോറ് വേണം. ഒക്കെയായി ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണം. ഷോർട്ട് റോഡാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. ട്രെയിൻ വരുന്നുണ്ടോ നോക്കാം. ഓ, ട്രെയിനൊന്നുമില്ല, ഈ സൈഡും ഇല്ല. ഹായ്. അങ്ങനെ തിരുപ്പതി എത്തി. ഇവിടുന്ന് 2 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ മതി തിരുപ്പതി. മിക്കവാറും ഈ മല തിരുപ്പതി മല ആയിരിക്കും, എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. ഭയങ്കര വെയിൽ, അതുകൊണ്ട് ഞാൻ ലേശം തണലത്ത് നിൽക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു തണലുണ്ട്. അവിടെ നിൽക്കാൻ വേണ്ടി ലേശം ഒരു 5 മിനിറ്റ് നിന്നിട്ട് പോകണം. ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിൽ. ഇവിടുന്ന് ബാംഗ്ലൂർക്ക് 240 കിലോമീറ്റർ. നല്ല മലകളൊക്കെ കാണാം, ചുറ്റിനും മലയാണ്. ഇവിടെ അത്ര നല്ല റോഡൊന്നുമല്ല, ഏകദേശം പൊളിഞ്ഞ റോഡൊക്കെയാണ്, പഴയ റോഡാണ്. സന്ധ്യയായി. ബാംഗ്ലൂരിന് 85 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂർ വേണം. നല്ല മലകൾ കാണാം, നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല.
66 കിലോമീറ്റർ. എനിക്ക് പോകേണ്ടടുത്തേക്ക് 80 കിലോമീറ്റർ. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർക്ക് പോകാമെന്ന് വെച്ചു. ഇപ്പോൾ മൈസൂർ റോഡിലെത്തി. ഇതിപ്പം ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഒരു 5:30 ആകുമ്പോഴേക്ക് 5:30 6 മണി ആകുമ്പോഴേക്ക് മൈസൂർ. ഇന്ന് മൈസൂർ കൂടി നാളെ വീട്ടിലെത്തും. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക്. ഇന്ന് 23-ാമത്തെ ദിവസമാണ് ഇറങ്ങിയിട്ട്. മടിക്കേരിയിലെ രാവിലത്തെ മഞ്ഞ് നോക്കി. മടിക്കേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പാണ് ഇപ്പോൾ. മടിക്കേരി അടുത്തെത്താനായി. ഫുള്ള് മഞ്ഞ്. ആഹാ സൂസു. കുശാലനഗർ എത്തിയതേ ഉള്ളൂ. അങ്ങനെ 23 ദിവസത്തെ ട്രാവലിങ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി 1 കിലോമീറ്ററിനുള്ളിൽ വീട്ടിലെത്തും. വീട്ടിൽ ഞാൻ പറഞ്ഞേക്കുന്നത് രാത്രിയിൽ ഒരു 10 മണിയാകുമ്പോഴേക്ക് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു സസ്പെൻസ് ആയിട്ട് വെച്ചേക്കുക. എങ്ങനെയുണ്ട് 23 ദിവസത്തെ സസ്പെൻസ് അറിയത്തില്ല. മിക്കവാറും ചോറും കഞ്ഞിവെള്ളം ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഒരു 23-ാമത്തെ ദിവസമാണ് തിരിച്ചു വരുന്നത്. 23 ദിവസം ഹിമാലയൻ സിക്കിം. ഒരു 15 സ്റ്റേറ്റെങ്കിലും കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 15 ഒരു 10-12 കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കണക്കൊക്കെ പറയാം. ഞാൻ വൈകുന്നേരം വരുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ജോബി സോഫ്റ്റ്വെയർ ലെഫ്റ്റ് അടിച്ച് ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഹലോ. അത് മാറ്റാവോ? സൈക്കിൾ
ഏ രാവിലെ 5 മണിക്ക് ഇറങ്ങി. രാവിലെ 5 മണിക്ക് ഇറങ്ങി. നീ വിളിച്ചപ്പോൾ ഞാൻ മടിക്കേരില്ലെത്തി. മറക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഹായ്. ഹലോ സച്ചിട്ടു.